ചരിത്രത്തിന്റെയും പുതിയ കാലത്തിന്റെയും കരുത്ത് ഒരുപോലെ സംഗമിക്കുകയാണ് INS അർണാലയിൽ. ഇന്ത്യൻ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള മഹാരാഷ്ട്ര തീരത്തെ കോട്ടയായിരുന്നു അർണാല. 1530-ൽ പോർച്ചുഗീസുകാരാൽ തുടക്കമിട്ട കോട്ട പിന്നീട് മുഗൾ മറാഠ രാജവംശങ്ങൾ കീഴടക്കി. ഇന്ന് നിലവിലുള്ളത് മറാഠ സാമ്രാജ്യകാലത്ത് നിർമ്മിച്ച കോട്ടയാണ്. ആ പേരുമായി ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ അർണാല എത്തുന്നത് 1972 റഷ്യയിൽ നിന്നും വാങ്ങിയ കപ്പൽ. വിവിധ കടൽ ദൗത്യങ്ങളിൽ പങ്കാളിയായ INS അർണാല 99-ൽ ഡീകമ്മീഷൻ ചെയ്തു. ഇപ്പോഴിതാ INS അർണാല പുതിയ കാലത്തിന്റെ കരുത്തും വേഗവും ആർജിച്ച് പുനർജനിച്ചിരിക്കുന്നു. നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായി. 77 മീറ്റർ നീളമുള്ള കപ്പലിന്റെ ഭാരം 1490 ടണ്ണാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സും L&Tയും ചേർന്നാണ് നിർമ്മാണം. ഭാരത് ഇലക്ട്രോണിക്സ്, മഹീന്ദ്ര ഡിഫൻസ് തുടങ്ങിയ കമ്പനികളും നിർമ്മാണത്തിൽ സഹകരിച്ചു. കപ്പലിന്റെ 80% തദ്ദേശീയമായിട്ടുള്ള ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അണ്ടർ വാട്ടർ സർവേലൻസ്, രക്ഷാദൗത്യൻ, മൈൻ നിക്ഷേപം തുടങ്ങി സ്വയം നിയന്ത്രിത തോക്കുകൾ വരെയുള്ള സംവിധാനങ്ങൾ INS അർണാലയിലുണ്ട്. ആന്റി സബ്മറൈൻ കപ്പൽ ശ്രേണിയിൽ 8 കപ്പലുകളിൽ ആദ്യത്തേതാണ് INS അർണാല. മറ്റു കപ്പലുകളുടെ നിർമ്മാണം കൊച്ചിയിലടക്കം പുരോഗമിക്കുന്നു. വിശാഖപട്ടണത്തായിരുന്നു INS അർണാലയുടെ നീറ്റിലിറക്കൽ ചടങ്ങ്. സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാനും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.